പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് എന്ത് വേണേലും കഴിക്കാം, എന്ത് വേണേലും കുടിക്കാം. ഇന്ന് ഫുഡ് ഫെസ്റ്റിവൽ മധുമതി വെഡ് ശ്രീനിവാസ്. ഓക്കെ അതുപോലെയാ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, അവൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത്രയും പോരെ? സീനുമോനെ, ഇപ്പൊ ആ പട്നായിക്ക് വന്ന് ഇതിന്റെ കണക്ക് ചോദിച്ചാ നീ എന്ത് പറയും? ഈ സമയത്ത് അതൊക്കെ ആലോചിക്കുന്ന എന്തിനാ? അയാള് ചോദിച്ചാ നിങ്ങളുടെ ചെലവാന്ന് പറഞ്ഞു. കൈയോട് എന്തു പറ്റി? അയ്യോ, ഈ കൈക്ക് എന്തു പറ്റി? എന്തു പറ്റിന്ന് പറ. രാവിലെ പാവാജി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ കരണ്ടി ഒടിഞ്ഞു പോയി. അപ്പൊ തന്നെ പട്നായിക്കോട് പറഞ്ഞപ്പോ കൈ കൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. അതെടാ, ഈയിടെയായിട്ട് അവനത്തിരി അഹങ്കാരം കൂടുതലാ. ഇന്ന് നമ്മുടെ രാമേന്ദ്രൻ നടന്ന് നാളെ നമുക്ക് എടുക്കും. അയാളെ ഒതുക്കണം. ഇപ്പൊ അവരിങ്ങോട്ട് വരുവാ. അവന്റെ സമയം മോശമാണെങ്കിൽ ഇപ്പൊ വരും. ഇവിടെ എന്താടാ ഇവിടെ എടാ കഴിവേറുകളെ, എന്റെ കാശല ഇങ്ങനെ കുടിച്ചാണോ തീർക്കുന്നത്? നിങ്ങളെ ധീരുവായി അംബാനി ആക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ ബീർബായി ആയാലോടെ. എന്റെ കളക്ഷൻ കളക്ഷന്റെ കാര്യം ഇന്ന് ഇവിടെ മിണ്ടി പോരുത്. ഇന്ന് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കണം. വന്നേ ഒരു ബീർ അടിച്ചിട്ട്. എന്താടാ അത്ര പ്രധാനപ്പെട്ട കാര്യം? ഞങ്ങൾക്ക് ഒരാളെ തല്ലണം. അതിന് സാറിന്റെ അഡ്വൈസ് വേണം. എന്തിനാ തല്ലണോന്ന് വിചാരിക്കുന്നേ? അവൻ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്നു. ഇപ്പോഴും ടാർച്ചർ ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവനോട് നിങ്ങൾക്ക് വെറുപ്പ് അത്ര മാത്രം ഉണ്ടല്ലേ? കഴുത്ത് വരെയുണ്ട്. ഈ ദേഷ്യത്തിൽ നിങ്ങൾ അവനെ തല്ലിയാൽ അവൻ അതോടെ തീരും. പക്ഷെ അത് ശരിയല്ല. തല്ലുന്നതിന് ഒരു രീതി വേണം, സാഡിസം വേണം, റിതം വേണം, ചതവ് വേണം. അപ്പോഴേ അവൻ ചാകുന്നത് വരെ മറക്കാതിരിക്കൂ. എന്ത് പറയുന്നു? ചോദിക്കുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ആദ്യം അടിക്കേണ്ട ആളിനെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. സ്പോട്ടിൽ ചെന്ന് അവൻ അനങ്ങരുത്. അനങ്ങില്ല, ഒരിക്കലും അനങ്ങില്ല. ഇനി ഒരു പ്രധാന കാര്യം എന്നാൽ, ഏതൊരു മനുഷ്യനെയും അടിക്കാൻ ചെല്ലുമ്പോൾ അവൻ ഓടിപ്പോകാതിരിക്കാനുള്ള വഴികൾ ആദ്യം അടയ്ക്കും. അതായത് റൗണ്ട് അപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് പറയാം. ആദ്യം കൈയൊന്ന് മുറുക്കി പിടിച്ചല്ലോ. ആദ്യത്തെ ഇടി തന്നെ വിജയിക്കണം. കൈയങ്ങ് വലിച്ചു മൂക്കിലിട്ടിടിക്കണം. രണ്ട് കണ്ണിലും പൊന്നീച്ച. എന്നെ എന്തിനാ ഇടിച്ചത്? ഞങ്ങള് സെലക്ട് ചെയ്തത് തന്നെയാണോ?